സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ലക്ഷ്യമിടുന്ന മയക്കുമരുന്ന് മാഫിയകളെ അടിവേരറക്കുക എന്നതാണ് പ്രധാനമായും ലക്ഷ്യമായി പറയുന്നത്. ലഹരി മാഫിയക്കെതിരെ ശക്തമായ പോലീസ് എക്സൈസ് നടപടികൾ വരുന്നു. സ്കൂൾ കോളേജ് പരിസരങ്ങളിൽ പ്രത്യേകമായ നിരീക്ഷണങ്ങളും പരിശോധനയും സജീവമാക്കുന്നു. മയക്കുമരുന്ന് വിതരണ ശൃംഖലയെ കണ്ടെത്തി അതിൻ്റെ മുച്ചൂടറക്കുവാനുള്ള നീക്കങ്ങളുമായി കൊണ്ട് മുന്നോട്ട് പോകുന്നു. പൊതുജനങ്ങളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. അധ്യാപകരും മാതാപിതാക്കളും തദ്ദേശ സ്ഥാപനങ്ങളും എന്നിവരെല്ലാം ഉൾപ്പെടുത്തി അതിൻ്റെ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നു എന്ന് തുടങ്ങി തീർത്തും മാതൃകാപരമായ ചില മുന്നോട്ട് പോക്ക് നാം കാണുകയാണ്. എല്ലാം സ്വാഗതാർഹം തന്നെയാണ്, എല്ലാം ഒരു ഭാഗത്ത് നടക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ പറയപ്പെട്ട നടപടികളിലൂടെ ഒരു ശാശ്വതമായ പരിഹാരം ആക്കിയെടുക്കാൻ നമുക്ക് കഴിയുമോ? ഒരിക്കലുമില്ല. കാരണം എന്താ? ലഹരിയുടെ ഒരു ആവശ്യകത, അതിന് ഡിമാൻഡ്, അത് നിലനിൽക്കുന്നിടത്തോളം കാലം അത് ലഭിക്കുവാനുള്ള മാർഗങ്ങളും അതിൻ്റെ സപ്ലൈയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രവുമല്ല, ഒരു ഭാഗത്ത് ശക്തമായ ക്യാമ്പയിനുകളും മറ്റു നേരത്തെ സൂചിപ്പിക്കപ്പെട്ട മൂവ്മെൻറ്റുകളുമായി കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ മറ്റു പലയിടങ്ങളിൽ പുതിയ ഔട്ട്ലെറ്റുകൾ വീര്യം കുറഞ്ഞ ലഹരി എന്ന ഓമന പേരിട്ട് നടത്തുകയും ചെയ്യുന്നൊരു വിരോധാഭാസവും പലപ്പോഴും ഇവിടെയുണ്ട്. ഇവിടെ ലോകത്തിന് മുമ്പ് മുസ്ലിമീങ്ങളാണ് നമ്മളെന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന രൂപത്തിൽ ലഹരിയെ ഉന്മൂലനം ചെയ്യാൻ, അതിനെ നിഷ്കാസനം ചെയ്യാൻ ഇസ്ലാം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത ചില മെത്തഡോളജി ഉണ്ട്, ഒരു രീതിശാസ്ത്രമുണ്ട്. ആ രീതിശാസ്ത്രം എന്നും പ്രസക്തമാണ്. ഇതിനേക്കാൾ വലിയ ആളുകളായിരുന്നു, ലഹരിക്ക് അഡിക്റ്റഡായ ആളുകളായിരുന്നു, അടിമപ്പെട്ട ആളുകളായിരുന്നു മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അവർ വസിയത്ത് കൊടുത്തല്ലോ, ഞങ്ങൾ മരിച്ചാൽ ഒരു മുന്തിരി വള്ളിയുടെ കീഴെ ഞങ്ങളെ കൊണ്ടുപോയി മറമാടണം, ഞങ്ങളുടെ മയ്യത്തിന് അതിൻ്റെതായ ലേപനങ്ങളും അശൂറുകളും കിട്ടുമല്ലോ എന്നാണ്. അത്രത്തോളം മരിച്ചാൽ പോലും ആ ഒരു അഡിക്ഷൻ അവർക്ക് മാറ്റിവെക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ ഒരു സമൂഹത്തെ കുറ്റമറ്റ രീതിയിൽ ഏറ്റവും നല്ല സമൂഹമാക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിൽ ഒരേ ഒരു ആദർശത്തിന് കഴിഞ്ഞിട്ടുള്ളത് ഇസ്ലാമാണ്. ഇസ്ലാം തീർത്തും വ്യത്യസ്തമായ രീതിയാണ് മുന്നോട്ട് വെക്കുന്നത്. അതെന്താണെന്നറിയോ? അത് ഒന്നാമതായിക്കൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു വെക്കുന്ന വല്ലാത്തൊരു വാക്കുണ്ട്, വലൗ നസല അവ്വലു ഷൈഇൻ ലാ തശ്റബുൽ ഖംറ ലഖാലു ലാ നദഉൽ ഖംറ അബദാ. ആദ്യമിറങ്ങിയ വഹയികളിൽ നിങ്ങൾ ഒരിക്കലും കള്ളു കുടിക്കരുത് എന്നായിരുന്നു അള്ളാഹ് പറഞ്ഞതെങ്കിൽ ഞങ്ങൾ പറയുമായിരുന്നു, എന്ത്? ഞങ്ങൾ കള്ളുകുടി നിർത്തൂല. ആദ്യ അധ്യാപനങ്ങളിൽ നിങ്ങൾ ഒരിക്കലും വ്യഭിചരിക്കരുത് എന്നായിരുന്നു ഞങ്ങളോട് പറഞ്ഞതെങ്കിൽ ഞങ്ങളാരും അത് കൂട്ടാക്കില്ലായിരുന്നു എന്നതാണ്. അതല്ല അള്ളാഹ് ചെയ്തത്. അള്ളാഹ് എടുത്ത പണി എന്താ? അവരുടെ മനസ്സിൽ ഒരു മരണ ആനന്തര ജീവിതത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തു. നീണ്ടു നിവർന്ന് കിടക്കേണ്ട ഖബറിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ദിനരാത്രങ്ങളെക്കുറിച്ച് വർണ്ണിച്ചു കൊടുത്തു. നാളെ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ട ഒരു ഹിസാബിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അള്ളാഹു ഒരുക്കിയ ആ തീക്കുണ്ടാരമായ നരകത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഒരല്പം ശ്രദ്ധയോടുകൂടെ ജീവിച്ചാൽ നിനക്ക് കയറി ചെല്ലാനിരിക്കുന്ന സ്വർഗത്തിന്റെ വർണ്ണനകൾ മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇട്ടു കൊടുത്തു. അവന്റെ ലക്ഷ്യത്തെ തന്നെ മാറ്റിമറിച്ചു. മനസ്സിന്റെ ഉള്ളിൽ അള്ളാഹു എന്നൊരു കോഡങ്ങ് സെറ്റ് ചെയ്തപ്പോ പിന്നെ ആ അള്ളാഹ്ക്ക് വേണ്ടി എല്ലാം ഒഴിവാക്കാൻ അവർ റെഡിയായിരുന്നു. അതുകൊണ്ട് പേടിപ്പിച്ചിട്ടോ ചൂടായിട്ടോ എന്തെങ്കിലുമൊക്കെ ഫൈനുകൾ ചുമത്തിയിട്ടോ ഒന്നും ഇതിനെ എല്ലാ നിലക്കും ഉന്മൂലനം ചെയ്യാൻ കഴിയില്ല. മറിച്ച് ഉള്ളിൽ പരലോകബോധം ഉണ്ടാക്കാൻ കഴിയുക എന്നതാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. ഒരു പക്ഷേ ഇരിക്കുന്ന രക്ഷിതാക്കളിൽ ഇത് കേൾക്കുന്ന സമയത്ത് മനസ്സ് പടക്കുന്ന ആളുകൾ ഉണ്ടാവാം. നമ്മുടെ മക്കൾ ഒരു പക്ഷേ അതിൽ പോയി പെട്ടല്ലോ റബ്ബേ എന്ന് ഖേദം പ്രകടിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാകാം. കുടുംബത്തിലെ പല ആളുകളും ഇതിൽ പോയി പെട്ട് നേരെ തലയുയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് എന്ന പ്രയാസമുള്ള ഉമ്മമാർ ഒരു പക്ഷേ ഇത് കേൾക്കുന്നുണ്ടാവാം. പ്രിയപ്പെട്ടവരെ, നമ്മളാദ്യം ചെയ്യേണ്ട നമ്മുടെ മക്കളെയെങ്കിലും മതബോധം കൊടുത്തിട്ടുണ്ട് എന്ന ഒരു ഉറപ്പ് നമ്മൾ വരുത്തുക. ജീവിതത്തിൽ ലഹരിക്കെതിരെ മാത്രമല്ല, എന്തെല്ലാം വിഷയങ്ങളുണ്ടെങ്കിലും അള്ളാഹു എന്നൊരു ചിന്തയാണ് എല്ലാ തിന്മകളെയും ഇല്ലാതെയാക്കാൻ ഏറ്റവും മൂലമായ കാരണം എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ഇസ്ലാം ലഹരിയെ നിർമ്മാർജ്ജനം ചെയ്യുന്നിടത്ത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയോ? ലഹരി ഉപയോഗിക്കുന്നവരെ മാത്രമേ കുറ്റം പറയാന്നുള്ളതല്ല, അതെല്ലാവർക്കും കഴിയും. മറിച്ച്
ലഹരിയിലേക്ക് നയിക്കുന്ന കാരണങ്ങളെ പൂട്ടിയിട്ടു എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് ക്യാമ്പയിനും മറുഭാഗത്ത് അതിൻ്റെ ഔട്ട്ലെറ്റ് തുടങ്ങുന്ന പരിപാടിയല്ല, മറിച്ച് എല്ലാ നിലക്കുള്ള കാരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാറ്റിനെയും ഗൗരവത്തിൽ ഇസ്ലാം സമീപിച്ചു. അള്ളാഹ് പ്രഖ്യാപിച്ചു ലഅനല്ലാഹ്, അള്ളാന്റെ റസൂൽ പറഞ്ഞു ലഅനല്ലാഹുൽ ഖംറ, മദ്യത്തെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. വലഅന ശാരിബഹ, അത് സേവിക്കുന്നവരെ, ഞാൻ കുടിക്കില്ല, ഞാൻ ഒഴിച്ചു കൊടുക്കുള്ളൂ, ഇല്ല. വസാഖിയഹ, അതിനെ കുടിപ്പിക്കുന്ന ആളെ. വആസിറഹ, അത് വാറ്റുന്ന ആളുകളെ. വമുഅ്തസിറഹ, അത് വാറ്റാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ആളുകളെ. വബായിഅഹ, അത് വിൽക്കുന്നവരെ. ഒരിറ്റു പോലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഞാൻ വിൽക്കേതിട്ടുള്ളൂ. സിഗരറ്റ് ഞാൻ വലിക്കാറില്ല, അത് ഞാൻ വിൽക്കലേ ഉള്ളൂ. ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുഹൃത്തുക്കളെ ഉപയോഗിക്കുന്നത് മാത്രമല്ല, കച്ചവടം ചെയ്യുന്നവനെ പോലും അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വഹാമിലഹ, അല്ലേ, അത് വഹിച്ചു കൊണ്ടുപോകുന്ന ആൾ. വആകില സമനഹ, അത് വിറ്റ് അതൊരു വരുമാന മാർഗമാക്കി എടുക്കുന്ന ആളുകളെ പോലും അള്ളാന്റെ ശാപമുണ്ടെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക വഴി അതിൻ്റെ 7 അയലത്ത് പോലും പോയി നിൽക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. ഇത് കൊണ്ടുപോയി കൊടുത്താൽ 10,000 കിട്ടുമായിരിക്കും, ഒരുപക്ഷെ കടത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുമായിരിക്കും, വലിയൊരു ഹോസ്പിറ്റൽ ബില്ല് അടക്കാൻ ആ പണം നമുക്ക് കഴിയുമായിരിക്കും. പക്ഷെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പാടില്ല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്തിന്? ഒരു നിലക്കും ഇതിവിടെ വളരാതിരിക്കാൻ വേണ്ടി. അതാണ് റൂട്ട്. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ഇസ്ലാം പഠിപ്പിച്ചു അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു. ഇതെങ്ങാനും നിങ്ങൾ ഈ ലോകത്ത് വെച്ച് ഉപയോഗിച്ചാൽ അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് പറഞ്ഞു. ഒന്ന്, എല്ലാ തിന്മകളും ഡസൻ കണക്കെ, ഒരു മലവെള്ള പാച്ചിൽ കണക്കെ നീ പോലും അറിയാതെ നിന്റെ ജീവിതത്തിലേക്ക് വരും. കാരണം അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്, മ്ലേച്ഛതകളുടെ മാതാവാണ് മദ്യം. എത്ര ഉമ്മമാരാണെന്നറിയോ കരയുന്നത്? എന്തേ? തൻ്റെ ഈ പരിശുദ്ധമാക്കപ്പെട്ട മിമ്പറിൽ നിന്ന് പറയാൻ പോലും കഴിയാത്ത അത്രയും മോശമായ കാര്യങ്ങളാണ് ഒരു ഉമ്മക്ക് സ്വന്തം മകളിൽ നിന്നുണ്ടാകേണ്ടി വന്നിട്ടുള്ളത്. ഒരു പെങ്ങൾ സഹിക്കേണ്ടി വന്നത് സ്വന്തം ആങ്ങളിൽ നിന്നാണ്. മഹറമാണല്ലോ, അല്ലേ, അവൻ്റെ കൂടെ വിടാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നും പിന്നെ കേൾക്കേണ്ടി വന്ന വാർത്തകൾ വല്ലാത്തതാണ്. അതെന്താ അറിയങ്ങള്? അത് അള്ളാഹു റസൂൽ പറഞ്ഞ് തുടങ്ങിയ പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു കഥ പറയാറുണ്ട്. ഇതറിയോ? ഒരു മനുഷ്യനെ ആളുകൾ പിന്നെ എന്താ പറയാ 3 കാര്യങ്ങൾ കൊടുത്തു എന്നാണ്. ഒന്നുകിൽ നീ മദ്യം സേവിക്കണം, അല്ലെങ്കിൽ നീ ഒരാളെ കൊലപ്പെടുത്തണം, അല്ലെങ്കിൽ നീ ഒരു പെണ്ണിനെ വിഭജിക്കണം. 3-ൽ തെറ്റ് ഏതെങ്കിലും ഒന്നിൽ ചെയ്താൽ മാത്രമേ നിന്നെ ഞങ്ങൾ വെറുതെ വിടുകയുള്ളൂ എന്ന് പറഞ്ഞു. കൂട്ടത്തിൽ ഏതാ ചെറുത്? കൊലപാതകമല്ലല്ലോ, വിഭിചാരമല്ലല്ലോ. അദ്ദേഹം സെലക്ട് ചെയ്തു കള്ളു കുടിച്ചോളാം. അദ്ദേഹം കള്ളു കുടിച്ചു, ബോധം നീങ്ങി. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന സ്ത്രീയെ വ്യഭിചരിച്ചു. ആ വ്യഭിചാരം പ്രലോകം അറിയാതിരിക്കാൻ വേണ്ടി അവരെ കൊലപ്പെടുത്തി. എങ്കിൽ അള്ളാന്റെ റസൂല് 14 മുമ്പിൽ ഈ ലോകത്തെ പഠിപ്പിച്ചു അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ് വഅക്ബറുൽ കബായിർ. ഒരു മനുഷ്യനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ സഹോദര അത് എന്ന. പിന്നെ പറഞ്ഞതെന്നറിയോ? ഒരാളെടുത്തിട്ട് മോന്തുമ്പോ അത് സ്വന്തം ഉമ്മാനെ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തെറ്റാന്ന് പറഞ്ഞു. ഒരു ഉമ്മയെ വ്യഭിചരിക്കാം. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ എത്ര മോശമാണ്, എത്ര വലിയ തെറ്റാണ്, എത്ര വലിയ ശിക്ഷയാണ് പടച്ചവനെ കാത്തു വെക്കുന്നത്. അത് സ്വന്തം ഉമ്മയാണെങ്കിലോ, സ്വന്തം എളാമയാണെങ്കിലോ, സ്വന്തം മൂത്തമ്മയാണെങ്കിലോ എത്രയാണ് അതിൻ്റെ ഗൗരവം? ആ അത്ര വലിയ തെറ്റാണ് ഒരു ക്ലാസ് അല്ലെങ്കിൽ പിന്നെ എത്രയാണോ അവനെ സേവിക്കുന്നത് അതുകൊണ്ട് കിട്ടുക എന്നതാണ്. പിന്നെ പറഞ്ഞു, കൂട്ടരെ, നിങ്ങൾ സ്വർഗം കൊതിച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ അവിടേക്ക് നിങ്ങൾ കയറൂല എന്നാണ്. അല്ലാഹു റസൂൽ പറഞ്ഞ യദ്ഖുൽ ജന്നത മന്നാൻ വല മുദ്മിനുൽ ഖംർ, മുടുകുടിയൻ സ്വർഗത്തിലേക്ക് ആദ്യ അവസരത്തിൽ ഇല്ല എന്നാണ്. പിന്നെ എവിടേക്കാ പോകുക? സ്വർഗമില്ല എങ്കിൽ പിന്നെ മനുഷ്യൻ എവിടേക്ക് പോകും? നരകം ആ മനുഷ്യൻ സ്പർശിക്കുമെന്നാണ്. മോശമായ പാനീയം കുടിപ്പിക്കപ്പെടുന്നതാണ് തീനത്തുൽ ഖബാൽ. അള്ളാന്റെ റസൂൽ പറഞ്ഞു തീനത്തുൽ ഖബാൽ എന്ന് പറഞ്ഞപ്പോൾ തീനത്തുൽ ഖബാൽ കുടിപ്പിക്കപ്പെടുമല്ലോ. പ്രവാചകനോട് ചോദിക്കപ്പെട്ട എന്താ റസൂലെ തീനത്തുൽ ഖബാൽ? ഇർഖു അഹ്ലിന്നാർ, തൊട്ടപ്പുറത്ത് കിടക്കുന്ന നരകത്തിൽ കടന്ന് വെന്ത് ഒലിച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന രക്തവും ചലവും, അതേപോലെ തന്നെ ഈ നിലക്കുള്ള മോശമായ ജീവിതം ജീവിച്ച ആളുകളുടെ ഗുഹ്യഭാഗത്തു നിന്നും വരുന്ന പ്രത്യേകം ദ്രാവകങ്ങൾ അടങ്ങിയത് മുഴുവനും ഇവർക്ക് വെള്ളമാക്കി എടുത്തു കൊടുക്കുന്നതാണ്. ഇത്രയേറെ നഷ്ടക്കച്ചവടമാണ് ഇസ്ലാം ഇതിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത്, അല്ലേ? എന്തിനത് പറഞ്ഞത്? ഇതിലേക്ക് ഒരിക്കലും സഹോദരങ്ങൾ അടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇസ്ലാം ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ അത് നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ഇസ്ലാം പൊതുവെ 5 കാര്യങ്ങൾക്ക് സംരക്ഷണം നൽകുന്നുണ്ട്.
ഇസ്ലാമിൻ്റെ ഏത് വിരോധങ്ങളും കൽപ്പനകളും എടുത്തു നോക്കിക്കഴിഞ്ഞാലും 5 കാര്യങ്ങൾ സംരക്ഷിക്കുന്നതായിരിക്കും. അതിലൊന്ന് അവൻ്റെ ദീനാണ്, രണ്ടവൻ്റെ ജീവനാണ്, പിന്നെ അവൻ്റെ ബുദ്ധിയാണ്, അവൻ്റെ സന്താനമാണ്, അവൻ്റെ സമ്പത്താണ്. ഈ 5 കാര്യങ്ങൾക്കും പോറലേൽക്കുന്ന ഒരു പരിപാടിയും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അതിനെതിരെ എന്തെങ്കിലും ഒന്ന് വരുന്നുണ്ടെങ്കിൽ മുളയിലെ നുള്ളാനാണ് ഇസ്ലാം വെച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, കള്ളു കുടിക്കുന്നൊരു മനുഷ്യൻ ഇതിലെല്ലാറ്റിനും പ്രശ്നം ഉണ്ടാക്കുന്ന ആളല്ലേ അല്ലേ? ലഹരി ഈ പറയപ്പെട്ട ബുദ്ധിയെ ബാധിക്കുന്നു, ജീവനെ ബാധിക്കുന്നു, കുടുംബത്തെ ബാധിക്കുന്നു, അവൻ്റെ സമ്പത്തിനെ ബാധിക്കുന്നു, അവൻ്റെ ദീനിനെ ബാധിക്കുന്നു, എല്ലാറ്റിനെയും ബാധിക്കുന്ന ഏർപ്പാടാണിത് എന്നാണ്. ഒരു കുടുംബത്തിൻ്റെ ഉള്ളിൽ നോക്കൂ നിങ്ങൾ, ഒരു ഉപ്പ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒരു കുട്ടിക്ക് എന്തൊരു ആശ്വാസമായിരിക്കും, എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ? ഉപ്പച്ചനെ കാണാൻ വേണ്ടിയിട്ട് മക്കൾ വെയിറ്റ് ചെയ്യും, കൊതിക്കും. തൻ്റെ പ്രിയതമയെ ഒന്ന് അടുത്ത് കിട്ടാൻ വേണ്ടി ഭാര്യ വല്ലാതെ ആഗ്രഹിക്കും. പക്ഷെ ആ പ്രിയതമൻ, ആ ഉപ്പച്ചി കള്ളു കുടിച്ച് ലക്ക് കെട്ടിട്ടാണ് വരുന്നതെങ്കിലോ ആ പിഞ്ചു മനസ്സിൽ പോലും വെറുപ്പായിരിക്കും, അറപ്പായിരിക്കും അല്ലേ? കുടുംബം തകരില്ലേ സുഹൃത്തുക്കളെ? എത്ര ആളുകളാണെന്നറിയാം, എത്ര സഹോദരിമാരെന്നറിയാം സുഹൃത്തുക്കളെ, പിന്നെ ഈ നിലക്ക് കണ്ണീര് കുടിച്ച് ജീവിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു, കൂട്ടരെ, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. ഈ ഏർപ്പാടുകളൊക്കെ പിശാചിന്റെ ദുർപ്രേരണകൾ കൊണ്ടും അവൻ വെക്കുന്ന മോശമായ കാര്യങ്ങളുമാണെന്ന ഫജ്തനിബൂഹു. അതുകൊണ്ട് നിങ്ങളെ ഒഴിവാക്കിക്കാളി എന്ന് പറഞ്ഞു, കുറച്ചാളിന്നല്ല, വീര്യം കുറഞ്ഞത് ഉപയോഗിച്ചോന്നല്ല, ആ പരിപാടികൾക്ക് വേണ്ടെന്നാണ്, ആ പരിപാടികൾക്ക് വേണ്ടെന്നാണ്, എന്നാലും ഞങ്ങൾ വിജയിക്കൊള്ളുന്നതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ കുടുംബത്തിൻ്റെ വിഷയത്തിൽ ആരും ഇത് തുടങ്ങുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പലപ്പോഴും എപ്പോഴാണ് തുടങ്ങുന്നത്? പലപ്പോഴും ലഹരി നുണഞ്ഞത് എപ്പോഴായിരിക്കും? ഒരു വിവാഹ പാർട്ടികളിലൂടെ ആയിരിക്കും. ഇന്ന് കാണുന്ന പലപ്പോഴും നഅൂദുബില്ലാ പല വിവാഹ പാർട്ടികളും അത്രമേലാണ്. ഒരുപക്ഷെ കൂട്ടുകാരുമൊത്തുള്ള ഉല്ലാസങ്ങളിലായിരിക്കും. നല്ലോണം ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടുകെട്ട് ആരോടാണെന്നുള്ളത്. ഒരു ലക്കും ലഗാനും പരലോകബോധമൊന്നും ഇല്ലാത്തവനെയാണ് നമ്മൾ ആത്മമിത്രങ്ങളായി സ്വീകരിച്ചതെങ്കിൽ അതിൻ്റെ ഒരു പൊടിക്കാറ്റ് ജീവിതത്തിൽ എവിടെ നിന്നെങ്കിലും അടിക്കും, ഉറപ്പാണ്. അർറജുലു അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാ സഹോദര. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്ക് തെറ്റോ? ഇല്ല. പല ആളുകളും തുടങ്ങിയത് അവിടുന്ന് ഒരു ടൂറിലാ തുടങ്ങിയത്. ഒരു ആഘോഷത്തിന്റെ തിമിർപ്പിനിടയിൽ ആളുകൾ കൂടി അവനങ്ങട്ട് ഒന്നുകൊണ്ട് ഉഷാറാക്കിയപ്പോൾ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കുറച്ച് മതിയാടാന്ന് പറഞ്ഞ് തുടങ്ങിയതാ. പിന്നെ അതൊന്നും കരകയറാൻ കഴിഞ്ഞിട്ടില്ല. അവരും പെട്ടിക്കാണ്, ഇവനും പെട്ടിടക്കാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒടുങ്ങാതിരിക്കാൻ തുടങ്ങാതിരിക്കുക എന്നതാണ് എന്നും നമുക്ക് പറയാനുള്ളത് അല്ലേ? ആ കാര്യം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. ചില ആളുകളെങ്കിലും ലഹരി എന്ന് പറഞ്ഞാൽ അത് MDMA എങ്കിലും ആകണം എന്നുള്ളടത്താണല്ലേ. ലഹരി എന്ന് പറഞ്ഞാൽ അതൊരു കഞ്ചാവാണെന്ന്. അപ്പം പിടിക്കപ്പെടുന്ന രംഗങ്ങളൊക്കെ ആലോചിക്കും നിങ്ങൾ. ഇപ്പം ഈ തൂഫാൻ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വീഡിയോകളിൽ എന്താ? സിഗരറ്റാ, പാൻപരാഗ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും? അതൊന്നുമില്ല. അതൊന്നും ലഹരിയിലെ പോലുമല്ല. ഒരു വര വരച്ചാൽ അത് എത്ര വലിയ വരയാകട്ടെ, അതിനപ്പുറത്ത് നീളമുള്ള അതിനേക്കാൾ വലിയ വര വരച്ചെങ്കിൽ ഇതിൻ്റെ കഥ കഴിഞ്ഞു നടത്തുന്ന ആളുകളുള്ളത് അല്ലേ? MDMA ഉപയോഗിച്ച് വലിയ സംഭവമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, നിങ്ങളുടെ ബുദ്ധിയെ മറക്കുന്നത് എന്തോ ആകട്ടെ, അതെത്ര ചെറുതാകട്ടെ സഹോദരങ്ങളെ, ഒരു നിലക്കും പറ്റൂല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞു. ഇന്നൽ ഖംർ എന്ന് പറഞ്ഞാൽ മലയാള ഭാഷയുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് നമ്മൾ അതിന് അർത്ഥം വെക്കും മദ്യം. ഇസ്ലാമിക ലോകത്തില് അല്ലാഹുവിന്റെ റസൂലാണ് അത് പറഞ്ഞതെങ്കിൽ ആ വാക്കിനെ മുസ്ലിം പണ്ഡിതന്മാരാണ് വ്യാഖ്യാനിക്കേണ്ടത്. അവിടെ എന്താ പറഞ്ഞത്? ഇസ്മുൻ ലികുല്ലി മാ യൂജിദു ഫീഹിൽ ഇസ്കാർ. ലഹരി എന്തിലൊക്കെ കാണപ്പെടുന്നുണ്ടോ അതിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് ഖംർ. സവാഉൻ കാന ശറാബ, അതൊരു പക്ഷെ പാനീയമായിരിക്കാം. ഔ തആമ, ഒരു പക്ഷെ ഭക്ഷണം പോലെ കഴിക്കുന്ന സോളിഡായിട്ട് കഴിക്കുന്നതായിരിക്കാം. അവ ഇസ്തിൻഷാക, അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചു കയറ്റുന്നതായിരിക്കാം. എന്തോ ആകട്ടെ, ഈ പ്രോസസ്, ഈ പ്രക്രിയ അവിടെ നടക്കുന്നുണ്ടോ, നമ്മുടെ ബുദ്ധിക്ക് അത് പ്രഹരമേൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാ സഹോദര ഖംർ എന്ന് പറയണത്. അതിനെ ഉപേക്ഷിക്കാനാ പ്രിയമുള്ളവരെ അല്ലാഹ് പറഞ്ഞത്. അവർ പണ്ഡിതന്മാർ പറഞ്ഞു, അന്ന കുല്ലമാ യുസ്കിറു വയുദ്ഹിബുൽ അഖ്ല ഫഖദ ഹറമഹു അല്ലാഹു അസ്സ വജല്ല വനഹ അൻഹു ഖലീലുഹു വകസീറുഹു. കുറച്ചാണെങ്കിലും പറ്റൂല എന്ന് പറഞ്ഞു. ഏത് ഇനത്തിൽപ്പെട്ടതാണെങ്കിലും പറ്റൂല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിപൂർണമായി കൊണ്ട് മുക്തി നേടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അല്ലേ? ലഹരി ഉണ്ടാക്കുന്നതെല്ലാം തെറ്റാണ്. നമ്മുടെ ചുണ്ടിൽ നിന്നും സിഗരറ്റ് ഇറക്കി വെക്കാതെ MDMAക്കെതിരെ പറയാൻ നമുക്ക് യോഗ്യതയില്ല. നമ്മുടെ വായിൻ്റെ ഉള്ളിൽ നിന്നും ആ ഉള്ളിലേക്ക് കയറ്റി വെച്ച ആ ഹാൻഡ്സ് പോലെയുള്ള സംഗതികൾ അതെടുത്തൊഴിവാക്കാതെ കഞ്ചാവിനെതിരെ സംസാരിക്കാൻ നമുക്ക് യോഗ്യതയില്ല.
അതുകൊണ്ട് എത്ര ചെറുതാകട്ടെ എല്ലാം ഒഴിവാക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളെ, നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ലഹരിക്ക് അടിമപ്പെട്ട ചില ആളുകളുണ്ടാവും, പല കാരണങ്ങൾ കൊണ്ട് വന്നവരുണ്ടാവും. പിന്നെയായിരിക്കും ബോധോദയം ഉണ്ടായിട്ടുണ്ടാവുക, പിന്നെയായിരിക്കും അവനക്കൊരു ഹിദായത്ത് പടച്ച റബ്ബ് കൊടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ട് പാപത്തിൽ പെട്ടുപോയ ആളോട് നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം? പലപ്പോഴും നാട്ടിൻ്റെ പുറത്ത് എന്താ നടക്കുന്നത്? ഒരാൾ എങ്ങനെയെങ്കിലും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവനെ പലപ്പോഴും ലോകം ചാപ്പകുത്തും. അവന്റെ മരണം വരെയും മനുഷ്യന്മാർ അവന് കള്ളുകുടിയനായി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മോശത്തരത്തിൽ ഒരിക്കൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവന്റെ പേര് തേച്ചാലും മായ്ച്ചാലും പോകാത്ത വിധം ആളുകൾ അവനെ അങ്ങോട്ട് ഇല്ലാതെയാക്കും. അവന്റെ കുടുംബക്കാർക്ക് പോലും പ്രശ്നം വരുത്തി വെക്കുന്ന രൂപത്തിലുള്ള അപക്വമായ സമീപനം വിശ്വാസികളെ ഇങ്ങോട്ട് ഭാഗത്തുണ്ടാകാൻ പാടില്ല. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്നറിയോ? ഇദാ റഅയ്തും അഖാകും സല്ലതൻ, നിങ്ങളുടെ സുഹൃത്തിന് ഒരു പിഴവ് പറ്റിയത് നിങ്ങൾ കണ്ടാൽ ഫഖവ്വിമൂഹു വസദ്ദിദൂഹു, നിങ്ങൾ അവനെ ശരിയാക്കാൻ വേണ്ടി ഇറങ്ങണം. ചാപ്പകുത്തല്ല, ഓനെ ഒഴിവാക്കല്ല, ഓനെ കൂട്ടണ്ടെന്ന് പറയല്ല, അവനെ ശരിയാക്കാനുള്ള പണികൾ എടുക്കും. വസദ്ദിദൂഹു, അവനെ നേരാക്കാൻ പറ്റും നിങ്ങൾ നോക്കി. പിന്നെ പറഞ്ഞതെന്നറിയോ? വദുഅല്ലാഹ, നിങ്ങൾ അല്ലാഹുവോടൊന്ന് ദുആ ചെയ്യും. അയ്യതൂബ അലൈഹി വയുറാജി ബിഹി ഇല തൗബ, അവനക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി പടച്ചോനോട് നിങ്ങൾ തൗബ ചെയ്യണട്ടോ, അവനാ ഏർപ്പാടിൽ നിന്ന് മടക്കി കൊണ്ടുവരണേ പടച്ചോനെ എന്ന് നിങ്ങൾ പറയണട്ടോ. വലാ തകൂനു അവാനൻ ലിശൈത്വാനി അലൈഹി, അവർക്ക് അവനെതിരെ ശൈത്താന്റെ മിത്രങ്ങളാക്കാൻ നിങ്ങൾ മിത്രങ്ങളാകരുത് എന്നുള്ളതാണ്. നാളിതുവരെ നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ആയിരിക്കും ഒരാളെ കുറിച്ച് കേൾക്കുമ്പോൾ പടച്ചോനെ അവനക്ക് തിരിച്ചു കയറാനുള്ള തൗഫീക്ക് കൊടുക്കണട്ടോ എന്ന് നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചിക്കണോ? പരാതി പറയുക എന്നതിനപ്പുറത്ത്, കുറ്റപ്പെടുത്തുക എന്നതിനപ്പുറത്ത് ചേർത്തി പിടിക്കാൻ നമുക്ക് കഴിഞ്ഞിക്കണോ? നമ്മുടെ മുൻഗാമികൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കം മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ വാക്കുകൾ ഉപയോഗിച്ചു. ഒരിക്കൽ കള്ളുകുടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശിക്ഷാ നടപടി സ്വീകരിക്കണം. അത് സ്വീകരിച്ചതിന് ശേഷം ശിക്ഷാ നടപടിക്ക് വിധേയമായ ആളെ ശപിച്ചുങ്ങാണ്ട് ഒരു സ്വഹാബി എന്തോ പറഞ്ഞപ്പോൾ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടു. നീ അങ്ങനെ പറയാൻ പാടില്ല. നമ്മളും കൂടെ അവനെ കൈയൊടിച്ചാൽ അത് പിശാചിനെ അവന്റെ വിഷയത്തിൽ നമ്മൾ സഹായിക്കുന്ന പണിയാണ് അടുത്തത് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. ചികിത്സിക്കണോ? അതിന് നമ്മൾ മുന്നിട്ടിറങ്ങേണ്ടി വരും. കൗൺസിലിങ്ങിന് വിധേയമാക്കണോ? അത് നമ്മൾ കൊടുക്കേണ്ടി വരും, അല്ലേ? നല്ല കൂട്ടുകെട്ടിലേക്ക് അവന്റെ കൂട്ടുകെട്ടിനെ പറിച്ചു നടിപ്പിക്കേണ്ടി വരും. അവനെ ഇബാദത്തിലേക്ക് കൊണ്ടുവരേണ്ടി വരും. അവനെ ദഅ്വാരംഗത്തേക്ക് ചേർത്ത് പിടിക്കേണ്ടി വരും. അവനെ നല്ല സാഹചര്യങ്ങളും നല്ല സന്ദർഭങ്ങളും നല്ല അന്തരീക്ഷങ്ങളും സൃഷ്ടിക്കുവാൻ നമ്മൾ മുമ്പിൽ നിൽക്കേണ്ടി വരും. അങ്ങനെയുള്ള പക്വമായ നടപടികൾ സ്വീകരിച്ച് നമ്മുടെ കൂട്ടത്തിൽ നിന്നും തെറിച്ചു പോയവനെ അവനെ കാലാകാലത്തേക്കായി മുദ്രകുത്തി പിശാചിന്റെ അനുയായിയായി നരകാവകാശിയായി പറഞ്ഞയക്കുന്നതിന് പകരം പിശാചിനെതിരെ പോരാടി അവനെ സഹായിച്ച് നമ്മിലേക്ക് അടുപ്പിക്കാൻ നമുക്ക് കഴിയണം എന്നൊരു വലിയ പാഠം ഈ ഒരു സമയത്ത് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, കുടുംബക്കാരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ മക്കൾ പക്വതയില്ലാത്ത പ്രായം, അവർ വലിയ ട്രാപ്പിലാണ്, ചതിക്കുഴിയിലാണ്. കാവലിരിക്കാൻ കഴിയണം, ശരിക്കും നിരീക്ഷിക്കാൻ കഴിയണം. അവരുടെ മനസ്സിൽ ഈ ബോധം ഇട്ടുകൊടുക്കാൻ കഴിയണം. അവർ പോയി പെട്ടേക്കാവുന്ന ചതിക്കുഴികളെ കുറിച്ച് മനോഹരമായി കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. കുറ്റപ്പെടുത്തുന്ന ശൈലിയല്ല നമുക്ക് വേണ്ടത്. എന്തെങ്കിലും പോയി പെടുമ്പോൾ നമ്മൾ വലിയ വീരം പറഞ്ഞിട്ട് കാര്യമില്ല. അവനെ തല്ലിയിട്ടും കൊന്നിട്ടും പിന്നെ ആക്രോശിച്ചിട്ടും വീട്ടിൽ പൂട്ടിയിട്ടിട്ടും ഒരു കാര്യമില്ല. അതൊന്നല്ല നമ്മൾ ചെയ്യേണ്ടത്. അതിന് മുൻപ് എടുക്കേണ്ട പണികൾ നമ്മൾ എടുക്കണം. ദീനിബോധം കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയേ പറ്റൂ. ആ അന്തരീക്ഷത്തിൽ അവന്റെ കൂട്ടുകെട്ട് നല്ല കൂട്ടുകെട്ടാന്ന് ഉറപ്പ് വരുത്തിയേ പറ്റൂ. അവൻ എവിടെയാണെന്ന് പഠിക്കണമെന്ന് ബോധപൂർവം ഐഡിയ ഉണ്ടാക്കിയേ പറ്റൂ. എന്തെങ്കിലും ഒരു കോഴ്സുകൾ കേൾക്കുമ്പോഴേക്കും വിദേശത്തേക്കും മറ്റിടത്തേക്കും പറഞ്ഞയക്കുക, കണ്ണെത്താ ദൂരത്തേക്ക്. എന്താണ് അവന്റെ സാഹചര്യം നോക്കുന്നില്ല പല ആളുകളും. അവന്റെ അവന്റെ ഹോസ്റ്റൽ എന്താ അന്തരീക്ഷം അറിയുന്നില്ല. അവിടെയുള്ളവന്റെ കൂട്ടുകെട്ട് എന്താ അറിയുന്നില്ല. അവനെ പലതും ആക്കാനാ പറഞ്ഞയച്ചത്, പക്ഷെ പലതുമായിട്ടാ അവൻ തിരിച്ചു വന്നത്. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി കൊണ്ട് ഉപ്പമാരും പറയുന്നു, ഞങ്ങളുടെ ആ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ടില്ലെങ്കിലും കാര്യം ഉണ്ടാകുന്നില്ല, പ്രശ്നം ഉണ്ടാകുന്നില്ല. ഞങ്ങളെ കുട്ടി ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോണ സമയത്ത് എനിക്കൊരു സ്വഭാവം ഉണ്ടേനി, അത് തിരിച്ചു കിട്ടിയ തിരക്കടിലായിരുന്നു എന്നുള്ളതാണ്. എല്ലാം കൈവിട്ടു പോയതിനു ശേഷം വിരൽ കടിച്ചിട്ട് കാര്യമില്ല സഹോദര. ചെയ്യേണ്ട പണികൾ നമ്മൾ ചെയ്യണം. ഇവരെങ്ങാനും വന്ന് നാളെ പരലോകത്ത് നമുക്കെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിക്കും, എൻ്റെ വാപ്പാക്ക് അറിയായിരുന്നു, എൻ്റെ വാപ്പ കുറെ കാലം കണ്ടതാ, എൻ്റെ വാപ്പാക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, നാട്ടിൽ നടക്കുന്നതൊക്കെ എൻ്റെ വാപ്പ കേട്ടിക്കണ്, പക്ഷെ ഇന്നോടൊരു വാക്കിൻ്റെ വാപ്പ ഇത് കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. പടച്ചോനെ, എന്നെ നല്ല നിലക്ക് കൊണ്ടിടക്കേണ്ട ഉത്തരവാദിത്വം പിന്നെ എൻ്റെ വാപ്പാന്റെ തലയിൽ വെച്ച് കൊടുത്തിട്ടില്ലേ? അല്ലെന്താ പറയാ, കൊടുത്തിട്ടുണ്ട്. വാപ്പ അത് ശ്രദ്ധിച്ചിട്ടില്ലല്ലോ എന്ന് എങ്ങാനും നമ്മളോട് പറഞ്ഞാൽ സുഹൃത്തുക്കളെ, നമ്മൾ തല കുനിക്കും.
നമ്മുടെ നിസ്കാരങ്ങൾ അവിടെ പെൻഡിങ്ങിലാകും, നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ പെൻഡിങ്ങിലാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കാരണവന്മാരെ, നമ്മുടെ ദൗത്യം തിരിച്ചറിയുക. എന്തെങ്കിലുമൊക്കെ തൊലിപ്പുറത്ത് എണ്ണ തേച്ചതുകൊണ്ട് കാര്യമില്ല. റൂട്ട് ലെവലിലേക്ക് ഇറങ്ങിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. റബ്ബിനോട് തവക്കുലാക്കുക. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിർ മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന സുഹൃത്തുക്കളെ, മദ്യത്തിൻ്റെ ഗൗരവം നമ്മൾ സൂചിപ്പിച്ചു. ഇന്നമൽ ഹംറു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓതിയ ആയത്തിൻ്റെ ബാക്കി എന്താ? മൈസർ എന്നല്ലേ അല്ലേ? എന്താ മൈസർ? ചൂതാട്ടാണ്. യസീർ, യുസർ, എളുപ്പം എന്ന പദത്താണ് വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എളുപ്പത്തിൽ പണം സമ്പാദിക്കുവാൻ പലരും പല വഴികളെയും ആശ്രയിക്കുന്നു. അതിൻ്റെ പേര് ചൂതാട്ടമാണ്. കള്ളിൻ്റെ കൂടെ എണ്ണിയ ഏർപ്പാടാണ്. എളുപ്പത്തിൽ പണം നേടാവുന്ന ഒട്ടനേകം രീതികൾ ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മറ്റോൻ്റെ പോക്കറ്റ് കിടക്കണമെങ്കിൽ നമ്മുടെ പോക്കറ്റ് കാക്കുള്ള പണികൾ ഇന്ന് പലപ്പോഴും ഉണ്ട്. അതൊരു ഹരമായി കൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് സുഹൃത്തുക്കൾ, നമ്മുടെ നാടുകളിൽ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ബെറ്റ്, അല്ലേ? ബെറ്റ് വെക്കുക. എന്താ ബെറ്റ് വെച്ചാൽ കിട്ടുക? ഈ ടീം ജയിച്ചാൽ, ഇപ്പോൾ ഒരു കളികളും കൂടി നടക്കുന്ന കാര്യം ഞാൻ അതിലേക്ക് ടച്ച് ചെയ്ത് പറയുകയാണ്. ഇന്ന ടീം ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താക്കാൻ ₹1000 തരാം, നിൻ്റെ വണ്ടി ഉണ്ട് തരാം. അത് വമ്പ സംഭവമായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ വരണേ. ഇന്ന ടീം ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ വണ്ടി കൊണ്ട് കൊടുക്കുന്നത്. അതൊക്കെ വലിയ സംഭവമാക്കിയിട്ടാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത്. കള്ളിൻ്റെ കൂടെ ഒഴിവാക്കണമെന്ന് പറഞ്ഞ ഏർപ്പാടാണ് സുഹൃത്തുക്കളെ മൈസർ എന്ന് പറയുന്നത്. എളുപ്പത്തിൽ പണം സമ്പാദിക്കുന്ന രീതി നമുക്ക് പാടില്ല. ഓൺലൈൻ ബുക്കിംഗ്, ബെറ്റിംഗ് ആപ്പുകളൊക്കെ നിലവിലുണ്ട്, അല്ലേ? മത്സരത്തിൻ്റെ ഫലങ്ങൾ നമ്മൾ നേരത്തെ നിർണ്ണയിക്കുന്നു. ഓരോ ആളും എത്ര ഗോൾ അടിക്കുമെന്ന് നമ്മൾ പറയുന്നു. എന്നിട്ട് അവൻ്റെ ഉത്തരം ശരിയായി കഴിഞ്ഞാൽ അവനക്ക് സമ്മാനം കിട്ടുന്ന രൂപം, ആ രൂപത്തിലുള്ള എല്ലാ ഏർപ്പാടുകളും നമ്മൾ മാറണം. പ്രവചന മത്സരങ്ങൾ, പ്രവചന മത്സരങ്ങൾ. ഒരു ഹോട്ടലിൽ പോയപ്പോൾ കണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ പ്ലേറ്റിൻ്റെ അടിയിലൊരു സ്ലിപ്പ്, എന്താ എഴുതിയിടുക? ഇന്ന ഡേറ്റിൽ നടക്കുന്ന മത്സരത്തിൽ ആര് ജയിക്കും? മോഹന വാഗ്ദാനങ്ങളാണ്, അല്ലേ? നല്ല തലതൊട്ടപ്പൻ കമ്പനികളായ പല ആളുകളും കാർ ഓഫർ ചെയ്യുന്നു, വാഷിംഗ് മെഷീൻ ഓഫർ ചെയ്യുന്നു, ബാക്കിയുള്ള ഗ്രഹോപകരണങ്ങൾ ഓഫർ ചെയ്യുന്നു. ആളുകൾ മാടി വിളിക്കുന്നു. എന്തിന്? ഭാവി പ്രവചിക്കാൻ. വിശ്വാസികളെ, ഭാവിയുമായി നമുക്കെന്ത് ബന്ധം? ഭാവിയുമായി നമുക്കെന്ത് ബന്ധം? അത് പ്രവചിക്കാൻ നമ്മുടെ നാവ് എങ്ങനെയാണ് പൊന്തുക? ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ് എന്ന് എത്ര തവണയാണ് ഞാനും നിങ്ങൾ വായിച്ചത്? അത് അള്ളാന്റെ ഹക്കല്ലേ? അത് അള്ളാഹുവിന്റെ മാത്രം കഴിവല്ലേ? അവിടെ എങ്ങനെയാണ് നമ്മളൊരു കൈവെക്കുക? അതുണ്ടാകാൻ പാടില്ല. എന്തെങ്കിലും കാണുമ്പോഴേക്കും കണ്ണു മഞ്ഞളിച്ച് ഈ പറയുന്നതും ഈ ചെയ്യുന്നതും നമ്മുടെ ദീനിനെ നിരക്കുന്നതാണോ എന്നൊന്ന് ചോദിക്കാനുള്ള പക്വത വിശ്വാസികളെ നമ്മൾ കാണിക്കണം. നാട്ടുകാർ ചിലപ്പോൾ കാണിച്ചോളുന്നുണ്ടാവില്ല, ഓൽക്ക് പൊതുവെ വലിയ കൃത്യമായിട്ട് ധാരണ ഉണ്ടായിക്കൊള്ളുന്നുണ്ടാവില്ല. ഞാൻ നിങ്ങളും വന്ന് ഈ ഒരു പള്ളിയിൽ ചടഞ്ഞിരുന്ന് ഒരു 30 മിനിറ്റ് അള്ളാന്റെ ദീന് പഠിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിച്ഛായ, അതിൻ്റെ റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മിലൂടെ മറ്റുള്ളവർക്ക് കൂടെ എത്താൻ നമുക്ക് കഴിയണം. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലേ? ഒരുപാട് ക്ലബ്ബുകളാ മാടി വിളിക്കുക, ഫീസ് വെച്ചിട്ട് കളി നടത്തുന്നു. എന്നിട്ട് എല്ലാവരും വലിയ ക്യാഷ് പ്രൈസിന് വേണ്ടി ഒരുപോലെ പൊരുതുന്നു. ഒരു ടീം മാത്രം ജയിക്കുന്നു. മറ്റടുത്ത ഫീസ് അതിൻ്റെ വിഹിതം എനിക്ക് കൊടുക്കുകയാണ്. പറ്റൂല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കണം. പറ്റൂല. കളിക്കുന്ന ആളുകൾ, മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ ഫീസ് കൊടുത്തിട്ട് ആ കളിയിൽ വിജയികളെ തീരുമാനിക്കാൻ പറ്റൂല. അതിന് വേറെ സ്പോൺസർമാരുണ്ടായിക്കോട്ടെ. നമ്മൾ 10 പൈസ മുടക്കാതെ നമ്മൾ കളിച്ചു, എല്ലാവരും ഒരു ലക്ഷ്യത്തിന് വേണ്ടി കളിച്ചു. കളി പ്രോത്സാഹിപ്പിക്കുന്ന അർത്ഥത്തിൽ കായിക വിനോദം പ്രോത്സാഹിപ്പിക്കുന്ന നിലനിൽക്കായിക്കോട്ടെ. എന്നിട്ടൊരു ക്യാഷ് പ്രൈസ് മറ്റേ കിട്ടുകയാണെങ്കിൽ ഓക്കെ. അതല്ലാത്ത രീതികൾ പ്രശ്നമാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ എന്താക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ലോട്ടറി, അല്ലേ? ലോട്ടറി നമ്മുടെ കയ്യിൻ്റെ പോക്കറ്റിൽ ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുമോ? കിട്ടുന്നുണ്ടെങ്കിൽ പ്രശ്ന സുഹൃത്തുക്കളെ. ഒരു കള്ളും കുപ്പി പിടിച്ചും കണ്ട ആരെങ്കിലും പള്ളിയിൽ വന്നിരിക്കോ? ഒരു കള്ളും കുപ്പി ആരെ തിരികും കണ്ട ആരെങ്കിലും പള്ളിയിൽ വന്നിരിക്കോ? അതുപോലെ തന്നെ പ്രശ്നമാണ്. ലോട്ടറി എടുത്തിട്ട് ഈ പള്ളിയിൽ ഇപ്പോൾ വന്നിരിക്കണമെങ്കിൽ അതുപോലെ തെറ്റാണ്. അതുപോലത്തെ തെറ്റാണ്. എന്താ സംശയം? ഇന്നമൽ ഖംറു വൽ മൈസിർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ എളുപ്പത്തിൽ നേടുന്ന മാർഗ്ഗങ്ങളൊന്നും പറ്റൂല എന്നാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് അള്ളാഹ് നമുക്ക് കണക്കാക്കിയതൊക്കെ നമുക്ക് കിട്ടും. ഒരു വയലും നമ്മൾ ചാടണ്ട, ഒരു മതിലും നമ്മൾ ചാടണ്ട. ഹക്കായത് മതി നമുക്കത് മതി. അതിലെ ബർക്കത്തുണ്ടാവുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ ചുളിവിൽ പിന്നെ ഒരു അധ്വാനവുമില്ലാതെ മറ്റുള്ളവരുടെ അവകാശം, മറ്റുള്ള പോക്കറ്റ് കിടക്ക് നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് കിട്ടുക എന്നുള്ള ഏർപ്പാടൊന്നും അതിലേക്കൊന്നും നമ്മൾ പോകണ്ട. വലിയ അട്രാക്ഷനുകൾ, മോഹന വാഗ്ദാനങ്ങളൊക്കെ നാട്ടിൻപുറത്ത് നടക്കുക.
ഓരോരുത്തരുടെ സ്റ്റാറ്റസാ, ഞാൻ അവനെ ചേർത്തു, ഞാൻ അവനെ ചേർത്തു, 2 ആളെ ചേർത്തു, 4 ആളെ ചേർത്തു. അപ്പോൾ എനിക്ക് ആദ്യ ഘട്ടത്തിൽ കാറ് കിട്ടിയപ്പോൾ വീടായി, ഞാൻ ഇനി വിദേശത്തേക്ക് പറക്കാൻ നിൽക്കുക. ഇതൊക്കെ പുറത്ത് നാട്ടിൻപുറത്ത് നിന്ന് നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിൽ പറച്ചോ എനിക്ക് ഇതൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാനും ചേർക്കാൻ ഇറങ്ങുക അല്ലേ. നല്ലോണം ആലോചിക്കണം, 10 പൈസ മറ്റ് വരുമാനം എന്ന നിലയ്ക്ക് അവിടെ പോക്കറ്റിൽ വരുന്നുണ്ടെങ്കിലേ മിന്നൈനക്തസബഹു എന്ന ചോദ്യത്തെ നാം ഭയപ്പെടുക. ഇത് ഇവിടുന്ന് ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോഴേ അള്ള പറഞ്ഞ റൂട്ടിലാണോ നമ്മളൊന്ന് ഉറപ്പ് വരുത്താം. അതല്ലാതെ നമ്മൾ കുറേ ഉണ്ടാക്കി വെച്ചിട്ടേ ഇവിടെ അങ്ങനെ അടിച്ചു വിളിക്കാൻ പറ്റും, ബർക്കത്തുണ്ടാവില്ല. ആ അധ്വാനമായിരിക്കും ഖബറിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തടസ്സപ്പെടാൻ കാരണം.